But Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. ഗാന്ധിജി നമുക്കിടയിൽ സത്യത്തിന് ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിൽ, സത്യത്തിനെതിരെയുള്ള ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാതെ ഉള്ള ഒരു സിംബലായിട്ട് നമുക്കിടയിൽ ജീവിച്ചിരുന്നു. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്? ടു പുൾ അസ് എന്ന് പറഞ്ഞ അസ് അപ്പ് എന്ന് പറഞ്ഞ് നാം തിന്മ ചെയ്യുമ്പോൾ ചീത്ത പറയാൻ, ആൻഡ് സെയിം അസ് ഇൻ ടു ട്രൂത്ത്, മോശമായ കാര്യം നാം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുക മാത്രമല്ല, സത്യമായ കാര്യം നാം ചെയ്യാതിരിക്കുമ്പോൾ അത് മോശമായി എന്ന് നമ്മോട് പറയാനും ഗാന്ധിജി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൂത്ത്ഫുള്ളായി നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു. ഇനി അഥവാ ട്രൂത്ത്ഫുള്ളായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ തടയിടാൻ നമ്മോട് കൂടെ ഗാന്ധിജി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ട്രൂത്ത്? ഈ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡു നോട്ട് നോ ഫോർ സർട്ടൻ. എനിക്കതിനെപ്പറ്റി അറിയില്ല. ആൻഡ് പെർഹാപ്സ് അവർ ട്രൂത്ത്സ് ആർ റിലേറ്റീവ്. ഒരു പക്ഷേ നമ്മുടെ സത്യം എന്നത് ആപേക്ഷികമായിരിക്കാം. ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. യഥാർത്ഥത്തിലുള്ള സത്യം നമുക്ക് അറിയുന്നതിനും അപ്പുറത്തുള്ളതാണ്. ബിയോണ്ട് അസ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. ഓരോ വ്യക്തികളുടെയും അഭിപ്രായത്തിലുള്ള സത്യങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുൾ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്. ഓരോരുത്തരുടെയും സത്യസന്ധത അത് അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായി സ്വാധീനിച്ചിരിക്കും. ആൻഡ് ട്രെയിനിങ്, അവർക്ക് ലഭിച്ച ട്രെയിനിങ്ങുമായി സ്വാധീനിച്ചിരിക്കും. ആൻഡ് ഇമ്പൾസ്, അവർക്ക് ലഭിച്ച പ്രചോദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. സോ ആൾസോ ഗാന്ധി. ഗാന്ധിജിയും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ ബാധിച്ചിരുന്നു. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സത്യമെന്ന് പറയുന്നത് വാട്ട് ഹി ഹിംസെൽഫ് ഫീൽ, അവന് സ്വന്തം തോന്നുന്ന ഒന്നാണ്. ആൻഡ് നോസ് ടു ബി ട്രൂ, അവന് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒന്നാണ്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ അനുസരിച്ച്, ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹെൽഡ് ടു ദ ട്രൂത്ത് ആസ് ഗാന്ധി ഡസ്. ഗാന്ധി സത്യത്തെ കൊണ്ടു നടന്നതുപോലെ ഒരു സത്യവാനായ ഒരാളെ എനിക്കറിയില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. ഒരു രാഷ്ട്രീയക്കാരനിൽ ഉണ്ടാവേണ്ട അത്യാവശ്യമായ ക്വാളിറ്റിയായിരുന്നു അത്. ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്. ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ ബിക്കോസ് എന്നാണ് അർത്ഥം. കാരണം അവൻ തൻ്റെ മനസ്സിലുള്ളത് സംസാരിക്കും. ആൻഡ് ഇവൻ ലിറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ച് പെർഹസ്. പൊളിറ്റീഷ്യൻ സാധാരണ മനസ്സുള്ളത് പറയും, എന്നിട്ട് അതിൻ്റെ വിപരീതമായിട്ട് ജനങ്ങൾ കാണിച്ചു കൊടുക്കും. ആ ഒരു രീതിയാണ് അദ്ദേഹം പറയുന്നത്. അതായത് സത്യസന്ധത പൊളിറ്റീഷ്യന്മാരുടെ അടുത്ത് ഇല്ല, അവർ പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമായിരിക്കും എന്നാണ് പറയുന്നത്. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ ഗാന്ധി ഇന്ത്യയിലെ മില്യൺ കണക്കിന് ജനങ്ങളെ സ്വാധീനിച്ചു. ഇൻഫ്ലുവൻസ്ഡ് എന്ന് പറഞ്ഞാൽ സ്വാധീനിച്ചു. സം ചേഞ്ച്ഡ് ദ വോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈവ്സ്. ചില ആളുകൾ ഗാന്ധിജിയുടെ സ്വാധീനം കൊണ്ട് അവരുടെ ജീവിതശൈലി തന്നെ മാറി.
ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് വരിക എന്നാണ്. അതേഴ്സ് വെയർ ഓൺലി പാർട്ട്ലി അഫക്റ്റഡ്, ചില ആളുകളെ ഭാഗികമായിട്ട് അഫക്റ്റ് ചെയ്തുള്ളൂ. ഓർ ദ എഫക്റ്റ് വാർ ഓഫ്, മറ്റു ചിലരിൽ ഇൻഫ്ലുവൻസ് ഇല്ലാതെയായി. യെറ്റ് നോട്ട് ക്വയറ്റ്, ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് പൂർണ്ണമായും ഇല്ലാതെയായിട്ടില്ല. ഫോർ, ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ ബിക്കോസ്, കാരണം സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി വോളി ഷെയ്ക്ക് ഓഫ്, ഗാന്ധിജിയുടെ ചില ഇൻഫ്ലുവൻസുകൾ ഒരിക്കലും ഒഴിവാകാത്ത രീതിയിലുള്ളതായിരുന്നു. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്ട് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ഹിസ് ക്വസ്റ്റ്യൻ. പല ആളുകളും പല വിധത്തിലാണ് ഗാന്ധിജിയെ സ്വാധീനിച്ചത്. ഓരോരുത്തരും ഈച്ച് വിൽ ഗിവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നത് ക്വസ്റ്റ്യന് ഓരോരുത്തരും പല രീതിയിലായിട്ടാണ് മറുപടി നൽകുക. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്, അദ്ദേഹത്തിൻ്റെ കോൾ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ കോൾ ടു ആക്ഷൻ എന്നാണ് വരിക. പ്രബോധനം രണ്ട് രീതിയിലായിരുന്നു. ദെയർ വാസ് ഓഫ് കോഴ്സ് ദ ആക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ ചാലഞ്ചിങ് ആൻഡ് റെസ്റ്റിംഗ് ഫോറിൻ റൂൾസ്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രബോധനം, അത് ആക്ഷൻ എന്നുള്ളത് വൈദേശിക ഭരണത്തിനെതിരെയുള്ളതായിരുന്നു. ദെയർ വാസ് ആൾസോ ദ ആക്ഷൻ വിച്ച് ലെഡ് അസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഇവിൽസ്, നമുക്കിടയിൽ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക തിന്മകൾക്കെതിരെയായിരുന്നു അദ്ദേഹം രണ്ടാമതായി റിയാക്ട് ചെയ്തിരുന്നത്. Apart from the fundamental objectives of the Congress, കോൺഗ്രസിൻ്റെ പ്രധാന നയം എന്നുള്ളത് ദ ഫ്രീഡം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു. ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, സമാധാനപരമായ നയതന്ത്രങ്ങൾ നടക്കണമെന്നുള്ളതും. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ്, അതായിരുന്നു കോൺഗ്രസിൻ്റെ അടിസ്ഥാന നയം എന്നുള്ളത്. പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ്, പ്ലാങ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന നയം. വെയർ നാഷണൽ യൂണിറ്റി, എന്തൊക്കെയാണ് ഇതിലുണ്ടാവുക? നാഷണൽ യൂണിറ്റി ഉണ്ടാകും. വിച്ച് ഇൻവോൾവ്ഡ് ദ സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലം. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നയം എന്ന് പറഞ്ഞാൽ നാഷണൽ യൂണിറ്റിയാണ്, സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? സൊല്യൂഷൻ ഓഫ് ദ മൈനോറിറ്റി പ്രോബ്ലംസ്, ന്യൂനപക്ഷങ്ങളുടെ പ്രോബ്ലങ്ങൾ പരിഹരിക്കുക. ആൻഡ് ദ റൈസിങ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അടിച്ചമർത്തപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക, അവരുടെ ഉന്നമനം. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്ന അനാചാരത്തിൻ്റെ അന്ത്യം, അത് നിർത്തലാക്കുക. ഇതെല്ലാമായിരുന്നു കോൺഗ്രസിൻ്റെ അടിസ്ഥാനമായ നയം. റിയലൈസിങ് ദാറ്റ് ദ മെയിൻ പ്രോബ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ വേർ ഫിയർ, പ്രസ്റ്റീജ്, ദ കോർപ്പറേഷൻ ഓഫ് പീപ്പിൾ. ബ്രിട്ടീഷ് ഭരണത്തെ താങ്ങി നിൽക്കുന്ന, പ്രോബ്സ് എന്ന് പറഞ്ഞാൽ താങ്ങി നിർത്തുന്നത്, ഭയവും, ജനങ്ങളുടെ ഭയവും അവരുടെ അഭിമാനവും, ബ്രിട്ടീഷ് ഭരണത്തിന് മഹത്വമുണ്ടെന്ന അവരുടെ ചിന്തയും. ദ കോർപ്പറേഷൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ സഹകരണവുമാണെന്ന് ഗാന്ധി തിരിച്ചറിഞ്ഞു. അൺസർട്ടൺ ക്ലാസസ്, ചില പ്രത്യേക ആളുകളുടെ സഹകരണവുമാണ്. ഹോസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിൽ അവരുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ചാളുകൾ, ഇവരുടെ സപ്പോർട്ടുമാണ് ബ്രിട്ടീഷ് ഭരണത്തെ നിലനിർത്തുന്നതെന്ന് ഗാന്ധി മനസ്സിലാക്കിയപ്പോൾ ഗാന്ധി അറ്റാക്ക് ദ ഫൗണ്ടേഷൻ, ഈ അടിത്തറകളെ തന്നെ ഗാന്ധി അറ്റാക്ക് ചെയ്തു.
എന്നിട്ട് ടൈറ്റിൽസ് വെയർ ടു ബി ഗിവ് അപ്പ്, അവർ നൽകിയ എല്ലാ പദവികളും ഉപേക്ഷിക്കാൻ ഗാന്ധി പറഞ്ഞു. നേരത്തെ നാം പറഞ്ഞു സർ എന്ന പദവി അങ്ങനെ പലതും അവർ നൽകിയിരുന്നു. ആൻഡ് തോ ദ ടൈറ്റിൽ ഹോൾഡേഴ്സ് റെസ്പോണ്ട് ടു ദീസ് ഓൺലി ഇൻ സ്മാൾ മെഷേഴ്സ്, ഈ ഒരു പ്രോസസ്സിനോട്, ഈ ഒരു പദ്ധതിയോട് ടൈറ്റിലുള്ള ആളുകളിൽ നിന്ന് കുറഞ്ഞ ആളുകൾ മാത്രമേ പ്രതികരിച്ചു എങ്കിലും ദ പോപ്പുലർ റെസ്പെക്റ്റ് ഫോർ ദീസ് ബ്രിട്ടീഷ് ഗിവൺ ടൈറ്റിൽസ് ഡിസപ്പിയേർഡ്, ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർ നൽകിയ ഈ ടൈറ്റിലിനോടുണ്ടായിരുന്ന ബഹുമതികളൊക്കെ ഇല്ലാതെയായി. ന്യൂ സ്റ്റാൻഡേർഡ്സ് ആൻഡ് വാല്യൂസ് വെർ സെറ്റപ്പ്, പുതിയ ജീവിത രീതിയും സ്റ്റാൻഡേർഡൊക്കെ നിലവിൽ വന്നു. ആൻഡ് ദ പോബ് ആൻഡ് സ്പ്ലെൻഡേഴ്സ്, പോബ് എന്ന് പറഞ്ഞാൽ പ്രൗഡി, സ്പ്ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം, ഭംഗിയൊക്കെ അർത്ഥം. ഓഫ് ദ വൈസ്രിഗൽ കോർട്ട്, വൈസ്രോയിമാരുടെ, ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഉള്ള ഓരോ കോളനികൾക്കും ഓരോ കോർട്ടുണ്ടാവും, വൈസ്രോയി കോർട്ട്. അപ്പോൾ ഈ വൈസ്രോയിമാർ നിയന്ത്രിച്ചിരുന്ന കോർട്ടുകളുടെ ഗാംഭീര്യവും പ്രൗഢിയുമെല്ലാം, അതേപ്രകാരം പ്രിൻസസ് രാജാക്കന്മാരുടെ പ്രൗഢിയും സഡൻലി അപ്പിയേർഡ് തോന്നി, സുപ്രീംലി റെഡിക്കുലസ്, ഒരു പരിഹാസ്യ രൂപത്തിലായിട്ട് ആളുകൾക്ക് തോന്നി. റിച്ച് മെൻ were not annexiously to flaunt their riches, പണക്കാരൊന്നും അവരുടെ പണത്തെ പുറത്ത് കാണിക്കാത്ത രീതിയിലായിത്തീർന്നു. ഔട്ട്വേർഡ്ലി അറ്റ് ലീസ്റ്റ് many of them adopted simpler ways. ഫ്ലണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണിക്കാതിരിക്കുക എന്നർത്ഥം. അവരിൽ പല ആളുകളും സിമ്പിൾ വേ ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻ ദെയർ ഡ്രസ് ബിക്കം ആൾമോസ്റ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബിളർ ഫോഗ്, സാധാരണക്കാരെ ഇടയിൽ വേർതിരിവില്ലാത്ത രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സിങ് രീതികളൊക്കെ അവർ അവലംബിച്ചു. ആ കാരണത്താൽ പാവപ്പെട്ടവരാര് ധനികരാര് എന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിലേക്ക് മാറി. ഹി സെൻഡസ് ടു ദ വില്ലേജസ്, അദ്ദേഹം ഞങ്ങളെ വില്ലേജിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ആൻഡ് ദ കൺട്രി സൈഡ്, രാഷ്ട്രത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളിലേക്കും അയച്ചു. എങ്ങനെയുള്ള അതിർത്തി ഭാഗങ്ങളാണ് അല്ലെങ്കിൽ വില്ലേജസുകളാണ്? ഹംബിൾഡ് വിത്ത് ആക്ടിവിറ്റി ഓഫ്, ഹംബിൾഡ് എന്ന് പറഞ്ഞാൽ ഫില്ലഡ് വിത്ത് ദ ആക്ടിവിറ്റി ഓഫ് ഇന്യൂമറബിൾ മെസ്സഞ്ചേഴ്സ്, എണ്ണമറ്റ മെസ്സഞ്ചേഴ്സിനെ നിറക്കപ്പെട്ട, ഓഫ് ദ ന്യൂ ഗോസ്പൽ ഓഫ് ആക്ഷൻ, ഈ പുതിയ സുവിശേഷവുമായി എത്തപ്പെട്ട അല്ലെങ്കിൽ പുതിയ മെസ്സേജുമായി എത്തപ്പെട്ട മെസ്സഞ്ചേഴ്സിനെ കൊണ്ട്, സുവിശേഷവാഹകരെ കൊണ്ട് നിറക്കപ്പെട്ട ഗ്രാമങ്ങളിലേക്കും അതിർത്തി പ്രദേശങ്ങളിലേക്കുമാണ് അദ്ദേഹം ഞങ്ങളെ അയച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഈയൊരു മഹത്തമായ പ്രവർത്തനം നാടിൻ്റെ എല്ലാ ഭാഗത്തും എത്തി എന്നർത്ഥം. ദ പെസൻസ് വാസ് ഷെയ്ക്കപ്പ്, കുടിയാന്മാർ അതായത് ജോലി ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഷെയ്ക്കപ്പ് എന്ന് പറഞ്ഞാൽ ഉതിർത്തെഴുന്നേൽപ്പിച്ചു. ആൻഡ് ഹി ബിഗെയിൻ ടു എമേർജ് ഫ്രം ഹിസ് ഷെൽ, തൻ്റെ ഷെല്ലിൽ നിന്നൊക്കെ അവർ പുറത്തേക്ക് വരാൻ തുടങ്ങി, ആക്റ്റീവായി എന്നർത്ഥം. ദ എഫക്റ്റ് ഓൺ അസ് വാസ് ഡിഫറെൻറ്റ്, ഇതിൻ്റെ എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു. ബട്ട് ഈക്വൽ ഫാർ റീച്ചിങ്, പക്ഷേ ഈ ഡിഫറെൻ്റ് ആണെങ്കിലും ഫാർ റീച്ചിങ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് എന്നാണ്, ആഴത്തിൽ വേരൂന്നിയ എഫക്റ്റ് ആയിരുന്നു എന്നർത്ഥം. ഫോർ വി സോ, ഫോർ എന്ന് പറഞ്ഞാൽ നേരത്തെ നാം പറഞ്ഞതുപോലെ ബിക്കോസ് എന്നാണ് അർത്ഥം. കാരണം വി സോ ഞങ്ങൾ കണ്ടു, ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് ഇറ്റ് വേർ,
ഞങ്ങൾ അവിടെ ചെന്ന ഫസ്റ്റ് ടൈമിൽ തന്നെ ഞങ്ങൾ കണ്ടു. ദ വില്ലേജർ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട്. ആ വില്ലേജർ, അതായത് ആ ഗ്രാമീണവാസിക്ക് തൻ്റെ മൺകൂനയോട് ഇതുവരെ വെറുപ്പായിരുന്നു. ഇപ്പോൾ അതിനോട് ഒരു താല്പര്യം, ഒരു ആദരവ് തുടങ്ങുന്നത് പോലെ ഞങ്ങൾ കണ്ടു. ആൻഡ് വിത്ത് ദ സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ആൾവേസ് പെർസ്യൂയിങ് ഹിം. വിശപ്പിൻ്റെ ഇരുണ്ട നിഴൽ അവനെ എപ്പോഴും പിന്തുടരുന്നു എങ്കിലും അവൻ ആ മഡ് ഹട്ടിനോട് താല്പര്യം തോന്നിത്തുടങ്ങിയിരുന്നു. ഷാർക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്ക് എന്നാണ് അർത്ഥം. പെർസ്യൂയിങ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് എന്നാണ് അർത്ഥം. വി ലേൺ അവർ ഇന്ത്യൻ എക്കണോമിക്സ് മോർ ഫ്രം ദിസ് വിസിറ്റ്സ്. ഈ ഒരു ഗ്രാമത്തിലേക്കുള്ള അതല്ലെങ്കിൽ കൺട്രി സൈഡിലേക്കുള്ള യാത്രയിൽ നിന്നായിരുന്നു ഇന്ത്യൻ എക്കണോമിക്സിനെ ഞങ്ങൾ ധാരാളം പഠിച്ചത്. ദാൻ ഫ്രം ബുക്സ്, ബുക്കിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ, ആൻഡ് ലേൺഡ് ഡിസ്കഷനിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ ഞങ്ങൾ കൂടുതലായി പഠിച്ചത് ഫ്രം ദിസ് വിസിറ്റ്, ഈ വിസിറ്റിൽ നിന്നായിരുന്നു. ദ ഇമോഷണൽ എക്സ്പീരിയൻസ് വി ഹാഡ് ഓൾറെഡി undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standard. ഈ ഒരു സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഇമോഷണലായിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങളൊരു തിരിച്ചറിവിലേക്ക് എത്തി എന്നുള്ളതാണ്. നാം ഒരിക്കലും നമ്മുടെ പഴയ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പഴയ ഒരു സ്റ്റാൻഡേർഡിലേക്ക്, തരം താഴ്ന്ന രീതിയിലേക്കോ തിരിച്ചു പോവുകയില്ല എന്നുള്ള ഒരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയ. തൻ്റെ താല്പര്യവും ഐഡിയവും ഉപയോഗിച്ച് അദ്ദേഹം മൗൾഡ് എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്യുക, സെറ്റ് ഔട്ട് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ രൂപകൽപ്പന ചെയ്യാൻ തുടങ്ങിയിരുന്ന ഇന്ത്യ എന്തൊന്നായിരുന്നു? ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്തായിരുന്നു എന്നർത്ഥം.